ഇതൊക്കെയാണ് ഇപ്പൊ ഒട്ടുമിക്ക നാടുകളിലെയും പ്രശ്നങ്ങളും ബാനറുകളും. അധികാരങ്ങൾ ഉണ്ടായിട്ട് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അതേസമയം ഒരു അധികാരമോ പദവിയോ ഇല്ലാണ്ട് ഒരു മനുഷ്യൻ ചെയ്തു കൊടുത്തത് എണ്ണിയാ തീരൂല്ല, കണ്ടാ നെട്ടിപ്പോകും. ഹൈ ഗായ്സ്, ഞാൻ അപ്പിലും 4 ദിവസം മുന്നേ കാൽപന്ത് കളി കാണാൻ വേണ്ടി മാത്രം കിലോമീറ്ററുകളും താണ്ടിപ്പോയി. FC വളാഞ്ചേരിയും അരീക്കോടും ചേർന്നിട്ടുള്ള നല്ല ഇഞ്ചോടിഞ്ച് പോരാട്ടം, വേറെ ലെവല് കളി. അവസാനം ഷൂട്ടൌട്ടിൽ എത്തിച്ച കളി പിന്നീട് ടോസോട് കൂടി വളാഞ്ചേരി വിജയിച്ചു. ആവേശത്തോടു കൂടിയുള്ള കളിയൊക്കെ ഇനി ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴാണ് മലബാർ ഫൈസൽ ഖാനെ കുറിച്ച് കൂട്ടത്തിലൊരുത്തം പറയുന്നത്. മൂപ്പരെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിഞ്ഞപ്പോ കോഴിക്കോട് ഇപ്പൊ അടുത്ത് നടന്ന പരിപാടിക്ക് വലിഞ്ഞു കയറി ഞാനും പോയി. ഇപ്പടുത്ത ന്യൂസിലേക്ക് ഒരുപാട് വന്നൊരു വാർത്തയാണ് ഒരു കുടുംബം മുഴുവൻ ഓട്ടോറിക്ഷയിൽ ജീവിക്കുന്നു എന്നത്. വിവരം അറിഞ്ഞ ഫൈസൽ ഖാൻ അവരെ അടുത്ത് ചെന്ന് താൽക്കാലികമായി ആഡംബര ഫ്ളാറ്റിലേക്ക് മാറ്റി താമസിച്ച് പിന്നീട് എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ടിയുള്ള വീട് ചുരുങ്ങിയത് 8 മാസം കൊണ്ട് നിർമ്മിക്കാമെന്ന് വാക്കും കൊടുത്തു. ഇന്ന് ആ വീടിന്റെ ചാവിയും കൈമാറി. കുറെ പൈസ ഉണ്ടാക്കി പൂത്തി വെച്ച് ജീവിച്ചിട്ട് എന്തേലും കാര്യം ഉണ്ടോ? കിട്ടുന്നതിൽ നിന്ന് എന്തേലും പങ്കില്ലാത്തവന് കൊടുത്താ ഉള്ള സമ്പത്ത് കൂടാന്നല്ലാണ്ട് കുറയൂലെന്ന് തെളിയിച്ച ഒരു മനുഷ്യനാണ്